ഇപ്പം നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേഷനിൽ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി എവിടെയാണ് പോയി കുറച്ചേരം ഇരിക്കാൻ പറ്റുക, ഫ്രഷ് ആകാൻ പറ്റുമോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ ബാഗുകളൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണം. വെച്ചിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാൻ. എനിക്ക് നമ്മൾ ഈ ഇത്രയും സാധനങ്ങളും നീ ഇറക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്സൽമീർ സ്റ്റേഷൻ. നമ്മുടെ ജയ്സൽമീർ ബോർഡ് എത്തി. ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും തണുപ്പത്ത് നടന്ന് വന്നത്. ഇവിടെ നിന്ന വണ്ടിയുടെ അതൊരു നമ്പർ കാണും കേട്ടോ. ജമ്മു തവി, ജയ്സൽമീർ, ബർമീർ, അതുപോലെ ജമ്മു തവി. ഈ വണ്ടിയിലാണ് വന്നത്. നല്ല കുലുക്കമുണ്ടായിരുന്നല്ലേ? അങ്ങനെ നമ്മൾ ഫൈനലി ജയ്സൽമീർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് ജയ്സൽമീർ. ഞങ്ങൾക്ക് ഡെസേർട്ട് ക്യാമ്പൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡെസേർട്ട് ക്യാമ്പിനൊക്കെ പോകുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ജയ്സൽമീരിലെ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുകയാണ്. നല്ല തണുപ്പോടെ തുടങ്ങുകയാണ്. എനിക്കെന്താ വണ്ടി വരെ ഇത് വിറയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ നല്ല ജെർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വേറെ പ്രശ്നം പറ്റി ഞങ്ങളിപ്പം ബാക്കിയുള്ള ആൾക്കാർ മൊത്തം ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് പോയി. ഞങ്ങൾ രണ്ടിനും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി ഞങ്ങളെ ഉമ്മറെല്ലാം കൂടെ പൊതിയും. ഞങ്ങൾക്ക് അന്ന് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. ചെറിയൊരു ഐഡിയ ഉണ്ട്, എന്നാലും ഈ റൂമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ എന്താണ് സൗകര്യങ്ങളെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി മൊത്തം പൊളിച്ചിരിക്കുവാന്ന് തോന്നുന്നു. സ്റ്റേഷൻ പുതിയ പണി നടക്കുകയാണ്. ഒരു പാഴ്സ് കുറച്ച് റൂം പോലും കാണാനില്ല. അപ്പോൾ എവിടെയും കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചത്. രാവിലെ ഒന്ന് ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാഗൊക്കെ ഒന്ന് വെച്ച് ഒന്ന് പുറത്ത് ഇറങ്ങി കറങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ എല്ലാം പാളിപ്പോയൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 9-9:30-10 മണിയെങ്കിലും ആണ്ട് വരും. അപ്പോൾ ഞങ്ങൾ തണുപ്പാണ് ഇപ്പം നമ്മളെ കണ്ടത്. ക്യാമറ ആയിട്ട് നല്ലപോലെ ഇറക്കിയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, അമ്മാതിരി തണുപ്പാണ്. അപ്പം കൂടുതൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ മരവിച്ചൊരു പരുവാകും. അപ്പോൾ അതിന് തണുപ്പ് ഞങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കറങ്ങിയൊക്കെ അടിച്ചിട്ട് നമുക്ക് വീഡിയോ ജയ്സൽമീരിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് റെയിൽവേയുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ വന്നാണ് ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ട് ഇനി നമുക്കിനിയും പോകേണ്ടത് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഗഡീസാഗർ ലേക്ക് ഒന്ന് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഫോർട്ടൂടെ കാണാൻ പോകണം. അപ്പോൾ എന്താ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഓട്ടോക്കാരെല്ലാം കൂടെ പൊതിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നടക്കാമെന്ന് വെച്ചു. രാവിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അതുപോലെ ഇച്ചിരി നടന്ന് നമുക്കിവിടെ ലേക്കുണ്ട്. ആ ലേക്കിൽ നിന്ന് ഗഡീസാഗർ ലേക്കുണ്ട്. ലേക്ക് കണ്ടിട്ട് നമുക്കൊന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളെന്തായാലും നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പത്ത്. ഇത് കണ്ടല്ലോ, ഇവിടെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നവരാണ്. അവർ രാവിലെ എണീറ്റ് തീയൊക്കെ കായുവാണ്. നമ്മളവിടെയും പണ്ടൊക്കെ ഇതുപോലെ ഡിസംബർ മാസത്തിലൊക്കെ ഇല്ലേ, ഡിസംബറിലൊക്കെ പണ്ട് ഇതുപോലെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. നമ്മൾ നടന്ന് ഇവിടെ ഒരു ചെറിയൊരു സ്ക്വയറിലെത്തി. ഇതിപ്പം സിറ്റിയിലേക്ക് പോകുന്ന നേരെയും അതുപോലെ നമ്മൾ തനുട്ട്മാത ക്ഷേത്രവും അതുപോലെ ബർമീറൊക്കെ, തനുട്ട്മാത ക്ഷേത്രം നേരെയും ബർമീർ ഇടത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നമുക്ക് ആ ലേക്ക് ഒന്ന് കാണണം. ലേക്ക് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫോർട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നടന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി വന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റ് എവിടെയാണ് നമ്മുടെ ഗഡീസാഗർ ലേക്ക് ഉള്ളത്. ഗഡീസാഗർ ലേക്ക് നമുക്കൊന്ന് കാണണം. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരും അതുപോലെ ബസ് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഈ സ്റ്റോറി വന്ന് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ കുറേ ഒട്ടകങ്ങളെയൊക്കെ ഇതുപോലെ എന്താണ് പറയുന്നത്, വാഹനങ്ങളുടെ ഓരോ പാർട്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി നിൽക്കുന്നത് നടന്നിങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാവിലെ ഉണർന്നു വരുന്ന രാജസ്ഥാൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്ക് ചെറിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളെന്തായാലും ഗഡീസാഗറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരാശ്വാസമുണ്ട്. ജയ്സൽമീർ ഗഡീസാഗർ ലേക്കിൻ്റെ വന്നേക്കുവാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ ക്ഷത്രിയ ആൻഡ് ഹലോ ജയ്സൽമീർ എന്ന് പറഞ്ഞത് ലേക്ക് വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ. ഇവിടെ മുകളിൽ നോക്കി കുറേയേറെ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ട് എന്തോ വലിയ കിണറല്ല, വലിയ എന്തോ ഒരു റൗണ്ട് പോലെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഈ പറയുന്ന ലേക്ക് പോയിന്റിലേക്കൊന്ന് പോയി നോക്കാമേ. നമ്മളെന്തായാലും താഴോട്ടിറങ്ങി പോവാം.
ആ ഇപ്പോൾ ലൈറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊരു. പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ഗഡീസാർ ലേക്കിൻ്റെ ഒരു വ്യൂ കണ്ടോ. ഈ ചാത്രീസൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നതിനെ ചാത്രീസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനും വലിയ ചെറിയ ഈ ഗോപുരങ്ങൾ പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗഡീസർ ലേക്കിൻ്റെ ഒരു വ്യൂ. ഇവിടെ ഗഡീസാഗർ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ കുറേയൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി വരുന്നുണ്ട്, ഒരു ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ സൂര്യൻ അങ്ങോട്ട് അടിച്ചപ്പോൾ ഇല്ലേ, കട്ടടിച്ചപ്പോഴേ നല്ല ഫീല്. അനീഷോതെ അവിടോട്ട് കയറി പോകണം കേട്ടോ. അവിടെ പോയിട്ട് അവിടെ നിന്ന് 2-3 ഫോട്ടോസ് എടുക്കാൻ അവിടെയാണ്. അടിപൊളി ഒരു വ്യൂ ആണ്. ദൂരക്കൂടൊക്കെ ആൾക്കാർ രാവിലെ നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ദൂരെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ എക്സസൈസും നടക്കാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അനീഷോടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഞാനും ഇങ്ങനെ ഇതിലേക്കൂടെ കയറി ഇങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചെറിയ ചെറിയ ഹിന്ദു ദേവി ദേവന്മാരുടെയൊക്കെ ചെറിയ ചെറിയ പ്രതിമകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും മുകളിലോട്ട് കയറുകയാണ്. അയ്യോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഛത്രീസിൻ്റെയൊക്കെ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങി വേണം. ഒരുപാട് മീനുണ്ട് കേട്ടോ, മീനുകൾ ഒരുപാടുണ്ട്. മീനുകൾക്ക് ഇവിടെ ആൾക്കാർ തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കി എന്തുമാത്രം മീനാണോ. എൻ്റെ ദൈവമേ, ഈ കിടക്കുന്ന ബ്രെഡിൻ്റെ പീസിനപ്പോൾ കാണുന്നത് മൊത്തം മീനാണ് കേട്ടോ. എന്ത് മീനല്ലേ. അയ്യോ, ഒരുപാട് മീനുകളുണ്ട് കേട്ടോ, ഒരുപാട് മീനുകൾ. ഇതിങ്ങനെ ബ്രെഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈപിടി കൂടുവാണ്. നല്ലൊരു കാഴ്ചയാണ്. അതായത് ചേട്ടനിരുന്ന് ഇതിനെ കൊടുക്കാനുള്ള ബ്രെഡൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ വഞ്ചികളിലൊക്കെ ആൾക്കാർ തുഴഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇത് ഈ രാജസ്ഥാൻ ടൂറിസത്തിലൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് കണ്ടിരിക്കുന്നത്. സൂപ്പർ ഒരു വ്യൂ ആണ്. കാര്യം എന്ന് പറഞ്ഞാലും ഗഡീസറിലേക്ക് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ അത് ഇവിടെ നോക്കി, ഇവിടെ കുറേ കുട്ടികൾക്കല്ല വലിയവർക്കും വേണ്ടിയിട്ട് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ബോട്ടിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും ബോട്ടിങ്ങിന് കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. നമ്മൾ പതുക്കെ അവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിച്ചിട്ട് നമുക്ക് നേരെ ജയ്സാൽമീർ ഫോർട്ട് കാണാൻ പോകണം. മുകളിലോട്ട് കയറിയാലോ? വീട്ടിൽ കുഞ്ഞിനെ വിളിച്ച് ഓൺലൈനിൽ വിളിച്ചിട്ട് മീനെ കാണിക്കാനുള്ള പരിപാടിയാണ് അനീഷ് ബ്രോ. ആണോ? ആലപ്പുഴക്കാർക്ക് മീനൊരു വികാരമാണല്ലോ. എനിക്കൊന്ന് വരുന്ന ആൾക്കാർ കൂടുതലും ജയ്സാൽമീർ ഫോർട്ട് കണ്ടിട്ട് കൂടുതലും പോകാൻ തോന്നുന്നല്ലേ. വരുന്ന ആൾക്കാർ നേരെ വന്നിട്ട് ഫോർട്ട് കണ്ടിട്ട് പിന്നെ മറ്റേ സാം ഡെസേർട്ടിലൊക്കെ പോയിട്ട് നിങ്ങോട്ടായിട്ട് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അധികം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിയാവുന്ന ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാരൊന്നും എനിക്ക് ഇങ്ങോട്ട് വരുന്നില്ല. ഫോർട്ട് കണ്ടിട്ട് എല്ലാവരും മടങ്ങുമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ കുറേയേറെ മലയാളികളുണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങൾക്ക് മിണ്ടാനൊന്നും പറ്റിയില്ല. രാവിലെ ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് അവർ എണീറ്റ് റെഡിയൊക്കെ ആയി. പക്ഷേ വന്ന സമയത്തൊക്കെ അവർക്ക് ഞങ്ങൾക്ക് തോന്നിയത് അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അവർ വന്നു കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ക്യാൻവാസ് ചെയ്യാൻ വന്നു. അവരെ വന്ന് പറഞ്ഞപ്പോൾ അവരോട് അങ്ങനെ ഉണ്ടെങ്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരോട് അങ്ങ് പോവുകയും ചെയ്തു. എന്താണ് ഏതാണെന്ന് അവർ ചോദിച്ചിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും ആ കൂട്ടത്തിൽ കൂടിയില്ല. ഞങ്ങൾ വെളിയിലിറങ്ങി കുറച്ച് നേരം മാറി അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി ഞങ്ങൾക്ക് കാണേണ്ട ഈ ഗഡീസാറിലേക്കൊക്കെ മാപ്പിൽ നോക്കി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് ഇവിടെ വന്നു. നമ്മൾ മുമ്പേ നിന്നതോ ഇല്ല അവിടെയാണ്.
അവിടെ നിന്ന് നമ്മളിങ്ങനെ മേലെ റോഡിൽ കയറിയിട്ട് അവിടെ നിന്ന് നടന്നത് വീണ്ടും ഇവിടെ വന്ന് ബാഗിൽ വെച്ചേക്കുക നമ്മുടെ തോർത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടണം. ബാഗിലിരിക്കണമെങ്കിലേ നമ്മൾ റൂം എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പൊടിക്കൈകൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണങ്ങി കെട്ടിയിട്ട് വേണം നമുക്ക് ബാഗിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചുണ്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ അതുകൊണ്ടല്ല നമ്മളെ ലിബാം മേടിച്ചതുകൊണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ തന്നെ ചുണ്ട് ആകെ ഇതായി പോയില്ലേ. മേടിച്ചത് നന്നായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ജയ്സൽമീർ ഫോർട്ടിൻ്റെ കാഴ്ചകളാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.